വായനയുടെ മഹത്വം ഓർമ്മിപ്പിച്ച് ഇന്ന് വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ PN പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയെ മലയാളിയുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിൽ മഹത്തായ പങ്കാണ് PN പണിക്കർ വഹിച്ചത്. മലയാളിയെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിസ്ഥാനമിടുകയും ചെയ്ത PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. 1909 കോട്ടയത്തെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള നീലംപേരൂർ എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് PN പണിക്കർ ജനിച്ചത്. കുട്ടിക്കാലം മുതൽക്കേ തന്നെ പഠനത്തോടും വായനയോടും വലിയ പ്രിയമായിരുന്നു. വിദ്യാഭ്യാസത്തിനു ശേഷം ചെറുപ്രായത്തിൽ തന്നെ പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. അക്ഷരങ്ങൾ ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്നും അത് നാടുകളിലും വീടുകളിലും എത്തേണ്ടതാണ് എന്നുമുള്ള ചിന്തയാണ് പിന്നീട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ കാരണം. 1926 സനാതന ധർമ്മം എന്ന വായനാശാല സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിന്റെ നിതാന്ത പ്രവർത്തനത്തിന്റെ ഫലമാണ് കേരള ഗ്രന്ഥശാല സംഘം. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ലൈബ്രറികളെ ഗ്രന്ഥശാല സംഘത്തിന്റെ ഭാഗമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്നത്തെ ലൈബ്രറി കൗൺസിലായി പിന്നീടത് രൂപാന്തരപ്പെട്ടു. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറം വായനയെ എല്ലാവരിലേക്കും എത്തിക്കാൻ PN പണിക്കർക്ക് സാധിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെയും ഗ്രന്ഥശാല സംഘത്തിന്റെയും മുദ്രാവാക്യം. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.